PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത് PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ് സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത്. അപ്പോൾ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ സ്ത്രീധന നിരോധന നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് സ്ത്രീധനം എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. അപ്പോൾ സ്ത്രീധനം നിർബന്ധമായും ആവശ്യപ്പെടുക, നൽകുക, സ്വീകരിക്കുക, ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ച കാര്യമാണ്. എപ്പോഴാണ് അതെല്ലാം നിരോധിച്ചത്? 1961 നിരോധിച്ചത്. സ്ത്രീധനം നിർബന്ധമായിട്ടും ആവശ്യപ്പെടുന്നതും നൽകുന്നതും സ്വീകരിക്കുകയും ഇതെല്ലാം ചെയ്യുന്നത് ഇന്ത്യയിൽ നിരോധിച്ചത് 1961 1961 പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തിട്ടാണ് ഈ സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം അഥവാ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടാണ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം അല്ലെങ്കിൽ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ ഒരു ബില്ല്, ആ ബില്ലിനെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളിലും, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും അഭിപ്രായ വ്യത്യാസം വരുന്ന സമയത്ത് അതിന് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടുന്നതാണ് സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബില്ലിനെ സംബന്ധിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലും അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അതിന് തീർപ്പ് കൽപ്പിക്കാനായിട്ട് വിളിച്ചു ചേർക്കുന്നു. അതിനെയാണ് സംയുക്ത സമ്മേളനം. അതിന് വേണ്ടിയിട്ടാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രയാണ്? അനുച്ഛേദം 108 സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. ഓക്കെ, സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം, ഭരണഘടനാ അനുച്ഛേദം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 108 എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ ആകെ 3 സംയുക്ത സമ്മേളനങ്ങളാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇന്ത്യയിലാകെ 3 സംയുക്ത സമ്മേളനങ്ങളാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ്. സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. 1961 മെയ് 6 ഈ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത്. 1961 മെയ് 6 ആദ്യമായിട്ട് സ്ത്രീധന നിരോധനവുമായി ബന്ധപ്പെട്ട് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത്. ആ സമയത്തുള്ള പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
രാജേന്ദ്ര പ്രസാദ് ആണ്. രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആ സമയത്തുള്ള പ്രസിഡന്റ്. പ്രധാനമന്ത്രി ആരായിരുന്നു ആ സമയത്ത്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി. ആ സമയത്തെ ലോക്സഭാ സ്പീക്കർ, അതായത് ആ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം അനന്ത ശയനം അയ്യഗാർ ആയിരുന്നു. എം അനന്ത ശയനം അയ്യഗാർ ആയിരുന്നു ആ സമയത്തുള്ള ലോക്സഭാ സ്പീക്കർ. അപ്പൊ ആദ്യമായിട്ട് പാർലമെന്റിന്റെ ഒരു സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെടുത്തിയാണ്. 1961 മെയ് 6 വിളിച്ചു ചേർത്തത്. ആ സമയത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ആ സമയത്തുള്ള ലോക്സഭാ സ്പീക്കർ എം അനന്ത ശയനം അയ്യഗാർ. അല്ലെങ്കിൽ ആദ്യത്തെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? എം അനന്ത ശയനം അയ്യഗാർ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബാങ്കിംഗ് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബില്ലുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ബാങ്കിംഗ് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബില്ലുമായി ബന്ധപ്പെട്ടാണ് 1978 മെയ് 16 രണ്ടാമത്തെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് പോട്ടയുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് പോട്ട? പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്, ഭീകരവാദ വിരുദ്ധ നിയമവുമായി ബന്ധപ്പെടുത്തിയാണ് മൂന്നാമത്. എപ്പോഴാണ്? 2002 മാർച്ച് 26. 2002 മാർച്ച് 26 മൂന്നാമത്തെ സംയുക്ത സമ്മേളനം. ഒന്നാമത്തെ സംയുക്ത സമ്മേളനം സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെടുത്തി 1961 മെയ് 6. രണ്ടാമത്തേത് ബാങ്കിംഗ് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബില്ലുമായി ബന്ധപ്പെടുത്തി 1978 മെയ് 16. മൂന്നാമത് പോട്ടയുമായി ബന്ധപ്പെടുത്തി ഭീകരവാദ വിരുദ്ധ നിയമവുമായി ബന്ധപ്പെടുത്തി 2002 മാർച്ച് 26. ഇങ്ങനെയാണ് 3 തവണ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഓക്കെ, ഇനി സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങളും ഡേറ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആദ്യം സ്ത്രീധന നിരോധന ബില്ല് ലോക്സഭയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് കേട്ടോ. ലോക്സഭയിൽ സ്ത്രീധന നിരോധന ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1959 ഏപ്രിൽ 24. 1959 ഏപ്രിൽ 24 സ്ത്രീധന നിരോധന ബില്ല് ലോക്സഭയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇനി ഇത് ലോക്സഭ അംഗീകരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭ അംഗീകരിച്ചത് എപ്പോഴാണ്? 1959 ഡിസംബർ 9. 1959 ഡിസംബർ 9 ലോക്സഭ അംഗീകരിച്ചത്. ഇനി രാജ്യസഭ അംഗീകരിച്ചത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1960 നവംബർ 30. 1960 നവംബർ 30 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത്. 1961 മെയ് 20. 1961 മെയ് 20 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത്. അങ്ങനെ പ്രസിഡന്റിന്റെ അംഗീകാരത്തോടുകൂടി ഈ നിയമം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1961 ജൂലൈ 1. 1961 ജൂലൈ 1 നിലവിൽ വന്നത്. അപ്പോൾ സ്ത്രീധന നിരോധന ബില്ല് ലോക്സഭയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് 1959 ഏപ്രിൽ 24. ലോക്സഭ അംഗീകരിച്ചത് 1959 ഡിസംബർ 29. രാജ്യസഭ അംഗീകരിച്ചത് 1960 നവംബർ 30. പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 1961 മെയ് 20. നിലവിൽ വന്നത് 1961 ജൂലൈ 1 എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ സ്ത്രീധന നിരോധന നിയമം ഉണ്ടല്ലോ, 2 തവണയാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. 2 തവണയാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഒന്ന് 1984 2 1986. 2 വർഷം ഓർത്തിരിക്കുക. 2 തവണയാണ് ഭേദഗതി നടത്തിയിട്ടുള്ളത്. 1984 1986. ഓക്കെ, ഇനി സ്ത്രീധന നിരോധന നിയമപ്രകാരം വ്യക്തികളുടെ പരാതിയിലോ അല്ലെങ്കിൽ സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ പരാതിയിലോ പോലീസ് നടപടിയിലോ കോടതികൾക്ക് നടപടികൾ സ്വീകരിക്കാം എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ സ്ത്രീധന നിരോധന നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കാവുന്നത് എങ്ങനെയൊക്കെയാണ്? ആരുടെ പരാതിയിലാണ്? വ്യക്തികളുടെ പരാതിയിൽ കോടതിക്ക് നടപടികൾ സ്വീകരിക്കാം. സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ പരാതിയിൽ
കോടതിക്ക് നടപടി സ്വീകരിക്കാം, അല്ലെങ്കിൽ പോലീസിന്റെ നടപടിയിലോ കോടതികൾക്ക് നടപടികൾ സ്വീകരിക്കാം എന്നുള്ളത് ഓർത്തിരിക്കാം. വ്യക്തികളുടെ പരാതിയിലോ സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ പരാതിയിലോ അല്ലെങ്കിൽ പോലീസിന്റെ നടപടിയിലോ ആണ് കോടതികൾക്ക് ഇങ്ങനെയുള്ള കേസുകളിൽ നടപടികൾ സ്വീകരിക്കാവുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട കുറച്ച് ശിക്ഷകളും വകുപ്പുകളും എല്ലാം നമുക്കൊന്ന് നോക്കണം. അപ്പോൾ ആദ്യത്തേത് പറയുവാണ്, സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ പ്രേരണ നൽകുകയോ ചെയ്യുന്നവർക്ക്, സ്ത്രീധനം കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങുക അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുക, അതിനുവേണ്ടി പ്രേരിപ്പിക്കുക, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ബസ് ആദ്യത്തെ സെക്ഷൻ എന്താണ് പറയുന്നത്? സ്ത്രീധനം കൊടുക്കുക വാങ്ങുക അല്ലെങ്കിൽ അതിന് പ്രേരിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 രൂപയിൽ കുറയാത്ത പിഴയും അല്ലെങ്കിൽ സ്ത്രീധന നിരക്കിന് തുല്യമായ തുക, സ്ത്രീധന നിരക്കിന് തുല്യമായ തുകയോ ആണ് അവിടെ എന്തായിട്ട് വരുന്നത്? പിഴയായിട്ട് വരുന്നത്. 5 വർഷം തടവ് അല്ലെങ്കിൽ 15,000 രൂപ പിഴയോ അല്ലെങ്കിൽ സ്ത്രീധന നിരക്കിന് തുല്യമായിട്ടുള്ള തുക പിഴയോ ആണ് ഇതിന് ലഭിക്കുന്ന ശിക്ഷ. എന്തിന്? സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് 5 വർഷം തടവോ അല്ലെങ്കിൽ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ സ്ത്രീധന നിരക്കിന് തുല്യമായിട്ടുള്ള, സ്ത്രീധനം എത്രയാണോ കൊടുക്കുന്നത് അത് എത്ര രൂപ മൂല്യം വരുമോ അതിന് തുല്യമായിട്ടുള്ള രൂപ പിഴയും നൽകണം എന്നുള്ളതാണ് ഇവർക്ക് കിട്ടുന്ന ശിക്ഷ. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 3 പറയുന്നത്. ഓക്കെ, സെക്ഷൻ 3 ഈ സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 പറയുന്നത്. സ്ത്രീധന നിരോധന നിയമപ്രകാരം സെക്ഷൻ 3 പ്രതിപാദിക്കുന്നത്. അടുത്തത്, സ്ത്രീധനം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഇവിടെ പറഞ്ഞത് കൊടുക്കുകയോ വാങ്ങുകയോ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയാണ്. ഇനി സ്ത്രീധനം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം മുതൽ 2 വർഷം വരെയുള്ള ശിക്ഷയോ അതുപോലെ 10,000 രൂപ വരെ പിഴയോ ലഭിക്കുന്ന ഒരു കുറ്റമാണ് സ്ത്രീധനം ആവശ്യപ്പെടുക എന്ന് പറയുന്നത്. 6 മാസം മുതൽ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ 10,000 രൂപ പിഴയും കൂടെ ലഭിക്കുന്ന ശിക്ഷയാണ് സ്ത്രീധനം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 4 സെക്ഷൻ 4 ഈ ഒരു കുറ്റത്തെക്കുറിച്ച്, അതായത് സ്ത്രീധനം ആവശ്യപ്പെട്ടു കഴിഞ്ഞാലുള്ള കുറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 4. അടുത്ത സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ, സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക്, ഇപ്പോൾ എനിക്ക് ഈ ഒരു മോളുണ്ട്, ഇത്രത്തോളം സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിവാഹ പരസ്യങ്ങൾ ചെയ്താലും മതി. അതും എന്താണ്? സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളാണ് അല്ലേ? അപ്പം അങ്ങനെ സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്കും എന്ത് ലഭിക്കും? ശിക്ഷ ലഭിക്കും. അതിനുള്ള ശിക്ഷ എത്രയാണ്? 6 മാസം മുതൽ 5 വർഷം വരെ തടവോ 15,000 രൂപ പിഴയോ ആണ്. 15,000 രൂപ വരെ പിഴയോ ലഭിക്കുന്ന കുറ്റമാണ്. 6 മാസം മുതൽ 5 വർഷം വരെ തടവോ 15,000 രൂപ വരെ പിഴയോ ലഭിക്കുന്ന ഒരു കുറ്റമാണ് ഈ സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 4A ആണ്. സെക്ഷൻ 4 എന്താണ് പറഞ്ഞത്? സ്ത്രീധനം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ. ഇനി സെക്ഷൻ 4A പറയുന്നത് എന്താണ്? പരസ്യങ്ങൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓർത്താൽ മതി, ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ 4 ആണ്, അതിൻ്റെ കൂടെ ഒരു A, അതായത് അഡ്വർടൈസ്മെൻറ്റ്, പരസ്യങ്ങൾ എന്നുള്ള രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ A ഓർത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ആഡ് എന്നുള്ള രീതിയിലൊക്കെ A ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? പരസ്യങ്ങൾ, ആഡ് A ആണ്, അപ്പോൾ 4A ആണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്തിരിക്കാം. അടുത്തത് 4ാമത്തേത് പറയാം. ഈ നിയമത്തിന് കീഴിലുള്ള എല്ലാ കുറ്റങ്ങളും എങ്ങനെയുള്ളതാണ്? ജാമ്യമില്ലാത്തതും. ഈ നിയമത്തിന് കീഴിലുള്ള എല്ലാ കുറ്റങ്ങളും ജാമ്യമില്ലാത്തതും ഒത്തുതീർപ്പിന് സാധ്യതയില്ലാത്തതുമാണ് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് അടുത്തത് കേട്ടോ. അതായത് ഈ ഒരു നിയമം, സ്ത്രീധന നിരോധന നിയമത്തിന്
കീഴിലുള്ള എല്ലാ കുറ്റങ്ങളും എങ്ങനെയാണ്? ജാമ്യമില്ലാത്തതും ഒത്തുതീർപ്പിന് സാധ്യതയില്ലാത്തതുമായ കുറ്റകൃത്യങ്ങളാണ് എന്ന് പ്രതിപാദിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 8 എന്ന് പറയുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്, ഓർത്തിരിക്കുക. അടുത്തത്, സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിക്കുവാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനാണ്. ഓക്കെ, സ്ത്രീധന നിരോധന ഓഫീസർമാരെ, സ്ത്രീധന നിരോധന നിയമം, ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസർമാരെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8B ആണ്. 8B. സെക്ഷൻ 8 പറയുന്നത് ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന് കീഴിൽ വരുന്ന എല്ലാ കുറ്റങ്ങളും ജാമ്യമില്ലാത്തതും ഒത്തുതീർപ്പിന് സാധ്യതയില്ലാത്തതുമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8. ഈ സെക്ഷൻ 8Bയിൽ എന്താണ് പറയുന്നത്? സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിക്കുവാനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന ഗവൺമെന്റിനാണ് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 8B എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഭർതൃഗൃഹത്തിൽ വച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണമായിട്ടാണ് കണക്കാക്കുക. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷത്തിനുള്ളിൽ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ദുരൂഹമായ സാഹചര്യങ്ങൾ, അതിന് കുറേ സാഹചര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് തീപ്പൊള്ളലേറ്റ് മരിക്കുക, ബ്ലഡും ഇതൊക്കെ പോയിട്ട് മരിക്കുക, അങ്ങനെ തൂങ്ങി മരിക്കുക, അങ്ങനെ കുറേ അധികം സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ 7 വർഷത്തിന്, കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഭർതൃഗൃഹത്തിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണമായിട്ട് കണക്കാക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനുള്ള ശിക്ഷ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 വർഷം, അത് തെളിയിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും. അതാണ് കുറഞ്ഞ ശിക്ഷ കേട്ടോ. കുറഞ്ഞ ശിക്ഷ എന്ന് പറഞ്ഞത് ഇത് കുറഞ്ഞ ശിക്ഷയാണ്. കുറഞ്ഞ ശിക്ഷ 7 വർഷമാണ്. ഇനി കൂടിയ ശിക്ഷ ഏതാണ്? ജീവപര്യന്തമാണ് കൂടിയ ശിക്ഷ. ഓക്കെ, അപ്പോൾ കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഭർതൃഗൃഹത്തിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണമായിട്ട് കണക്കാക്കും. അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞത് കുറഞ്ഞത് 7 വർഷം, കൂടിയ ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഒന്ന് പഠിച്ചിരിക്കാം. 304Bയിലാണ് പ്രതിപാദിക്കുന്നത്. IPC സെക്ഷൻ 304Bയിലാണ് പ്രതിപാദിക്കുന്നത്. 302ലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തിരുന്നേക്കുക കേട്ടോ. അപ്പോൾ IPC 304Bയിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ശിക്ഷകളും വകുപ്പുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയാം. ആദ്യത്തേത്, സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ അതിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 രൂപ പിഴയോ അല്ലെങ്കിൽ സ്ത്രീധന തിരക്കിന് തുല്യമായിട്ടുള്ള തുക പിഴയും നൽകണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 3. അടുത്തത്, സ്ത്രീധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷ എത്രയാണ്? 6 മാസം മുതൽ 2 വർഷം വരെയുള്ള ശിക്ഷ അല്ലെങ്കിൽ 10,000 രൂപ വരെ പിഴ ലഭിക്കുന്നു. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 4 ആണ്. അടുത്തത്, സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ അച്ചടിക്കുകയോ പ്രചരിപ്പിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നവർക്കുള്ള ശിക്ഷയാണ് 6 മാസം മുതൽ 5 വർഷം വരെ തടവ് അല്ലെങ്കിൽ 15,000 രൂപ പിഴ. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 4A-യിലാണ്. അടുത്തത് പറയുന്നത് സെക്ഷൻ 8 ആണ്. അതായത് ഈ ഒരു നിയമത്തിന് കീഴിൽ വരുന്ന എല്ലാ കുറ്റങ്ങളും ജാമ്യമില്ലാത്തതും ഒത്തുതീർപ്പിന് സാധ്യതയില്ലാത്തതുമായ കുറ്റകൃത്യങ്ങളാണ് എന്ന് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 8. ഇനി സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 8B എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഭർതൃഗൃഹത്തിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണമായി കണക്കാക്കും എന്ന് പറയുന്നത് ഇതിലൊരു നിയമമാണ്. അപ്പോൾ ഇതിൽ കിട്ടുന്ന ശിക്ഷ എത്രയാണ്? കുറഞ്ഞത് 7 വർഷം തടവും കൂടിയത് ജീവപര്യന്തവുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ശിക്ഷയും വകുപ്പുകളും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തത്, നമ്മൾ സ്ത്രീധന നിരോധന നിയമം പറഞ്ഞു കഴിഞ്ഞു. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാറുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക. ഐക്യരാഷ്ട്രസഭ സ്ത്രീകൾക്കായിട്ട് ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ചത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1946-ലാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഐക്യരാഷ്ട്രസഭ സ്ത്രീകൾക്കായി ഒരു പ്രത്യേക കമ്മീഷൻ ഓക്കെ, ഐക്യരാഷ്ട്രസഭ സ്ത്രീകൾക്കായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ചത് എപ്പോഴാണ്? 1946-ലാണ്. അത് ഓർത്തിരിക്കുക. ഇനി UN പൊതുസഭ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ തടയുന്നതിനെ വിളംബരം പുറപ്പെടുവിച്ചത്
UN പൊതുസഭ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ തടയുന്നതിന് വിളംബരം പുറപ്പെടുവിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1967 എന്നത് ഓർത്തിരിക്കുക. അടുത്തത്, സ്ത്രീകളെ ആദരിക്കുന്നത് മൗലിക കർത്തവ്യം ആണ് എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്, അല്ലെങ്കിൽ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 51A ആണ്. 51E-യിലാണ്. 51A-യിലാണ് പറയുന്നത്. അതായത് 4A-യിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ. അതിൽ 51A-യിലാണ് എന്തെന്ന് പറയുന്നത്, സ്ത്രീകളെ ആദരിക്കുന്നത് മൗലിക കർത്തവ്യമാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 51AE. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഹിന്ദു മാരേജ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഹിന്ദു മാരേജ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് എപ്പോഴാണ്? 1955 മെയ് 18 കേട്ടോ. ഹിന്ദു മാരേജ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷമാണ് 1955 മെയ് 18. അത് നിലവിൽ വന്നത് 1956 കേട്ടോ. ഹിന്ദു മാരേജ് ആക്ട് നിലവിൽ വന്നത് 1956, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് 1955 മെയ് 18. ഇനി ഇന്ത്യയിൽ സ്ത്രീകൾക്കായിട്ട് ഒരു സ്റ്റാറ്റസ് കമ്മിറ്റി രൂപീകരിച്ചത് എപ്പോഴാണ്? 1971. ഇന്ത്യയിൽ സ്ത്രീകൾക്കായിട്ട് ഒരു സ്റ്റാറ്റസ് കമ്മിറ്റി രൂപീകരിച്ചത് 1971 ഓർത്തിരിക്കുക. ഇനി ഇന്ത്യ ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണ വർഷമായിട്ട് ആചരിച്ചത് എന്നാണ്? അത് 2001. ഇന്ത്യ ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണ വർഷമായിട്ട് ആചരിച്ചത് 2001. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ദേശീയ നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ചോദിച്ചു കഴിഞ്ഞാലും 2001. സ്ത്രീ ശാക്തീകരണ വർഷമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ആചരിച്ചതും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ദേശീയ നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയതും 2001 എന്നത് ഓർത്തിരിക്കുക. ഇനി സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണ നിർമാർജന ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? നവംബർ 25 എന്നത് ഓർത്തിരിക്കുക. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമാർജന ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 25. അന്തർദേശീയ വനിതാ ദിനം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. മാർച്ച് 8 അന്തർദേശീയ വനിതാ ദിനം എന്ന് പറയുന്നത്. ഇനി ദേശീയ വനിതാ ദിനമാണെങ്കിലോ, ദേശീയ വനിതാ ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി 13. ഫെബ്രുവരി 13 അന്ന് ആരുടെ ജന്മദിനമാണ്? സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇതുപോലെ എടുത്ത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.